ഇന്നെന്തോ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയമ്പാട് കുളിക്കാനാണ് കേട്ടാ തോന്നിയത്. അതുകൊണ്ട് തന്നെ വേഗം പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഏട്ടൻ മീനും കൊണ്ട് വന്നിട്ടുണ്ടേനു കേട്ടാ. ഇന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ മീന് കൊയലാന്നാണ് കേട്ടാ പറയുന്നത്. ഏട്ടൻ പറഞ്ഞുതരാന്ന് ഞാൻ അറിയുന്നത്, അല്ലാണ്ട് എനക്ക് അറിയില്ലേനു. എനക്ക് മുറിക്കാൻ വയ്യാത്തോണ്ട് തന്നെ അമ്മയാണ് കേട്ടോ അതെനക്ക് മുറിച്ചു തന്നത്. മീനെല്ലാം മുറിച്ച് സെറ്റായതിനു ശേഷമാണ് കേട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത്. വീട്ടിലെ മുളക് പൊടി തീർന്നു പോയിട്ടുണ്ടേനു. രാവിലെ പോകുന്ന വഴിക്ക് അമ്മ എന്നോട് മുളക് പൊടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടേനു കേട്ടാ. ഞാൻ വരുന്ന വഴിക്ക് മറന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ ഒരു മസാലയാക്കി എടുത്തതാണ് കേട്ടാ. ഞാൻ ഉണക്കമുളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുത്തതാണ്. അപ്പൊ ഈ മസാല നന്നായിട്ട് നമ്മളെ മീനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടാ. അതിനുശേഷം കുറച്ച് കുരുമുളകിന്റെ പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല കുറച്ച് എരിവുള്ള മുളക് തന്നെയായിരുന്നു കേട്ടാ. കുരുമുളകിന്റെ ആവശ്യം ഇല്ലേനു സത്യം പറഞ്ഞാല്, പക്ഷേ ഏട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുരുമുളക് ആഡ് ചെയ്തത്. അങ്ങനെ ഇതാ പാൻ വെച്ചു, നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അവസാനം ഇതാ മീന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ മീൻ അടുപ്പത്ത് വെച്ചാലും തന്നെ അമ്മയെ ഫിഷ് ആയോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഫിഷ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ആള് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഒരാളോട് ഇപ്പം ആകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടതാണ്. ഇത് അടുത്തയാൾ എത്തിയിട്ടുണ്ട് കേട്ടോ മീനായോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മീൻ ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. ഇതാ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗം വേകാൻ വേണ്ടിയിട്ട് ഞാൻ മറച്ചിടുന്നുണ്ട്. അപ്പോൾ കാണാനെല്ലാം നല്ല സ്റ്റൈലുണ്ട് കേട്ടോ. ഇനി തിന്ന് നോക്കിയാൽ അറിയാം രസം ഉണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത്. ഏട്ടന് നല്ലപോലെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം മീനായ വാട് ചോറെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാ മീൻ നല്ല സ്മെല്ലുണ്ട് എന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സ്നേഹം കൂടിയിട്ടുണ്ടേനു. രാത്രിയിലുള്ള എൻ്റെ ഫുഡ് കഴിക്കൽ ഞാൻ നിർത്തിയതേനു. പക്ഷേങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ വേഗം ചോറെടുത്ത് കഴിക്കും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി പാത്രം കഴുകുക എന്നുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണിലൊന്ന് വൃത്തിയാക്കി എടുത്ത് അടിച്ച് വാരലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണിയുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.